അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 25. മറ്റൊരാൾ ഖുർആൻ ഓതുമ്പോൾ അത് ശ്രദ്ധ കൊടുത്ത് കേൾക്കുക, അന്യോന്യം ഓതി കേൾപ്പിക്കുക, പാഠം ഒത്തുനോക്കുക മുതലായവയും നല്ലതാകുന്നു. സാരങ്ങൾ പരസ്പരം ഗ്രഹിക്കുവാനും അഭിപ്രായവിനിമയങ്ങൾ നടത്തുവാനും അത് ഉതകുന്നു. മനഃപ്പാഠമാക്കിയ ഭാഗം മറന്നു പോകാതെ സൂക്ഷിക്കുന്നതും അത്യാവശ്യമാകുന്നു. ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് തനിക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കുവാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഖുർആൻ അവതരിച്ചിരിക്കുന്നത് അങ്ങേക്കായിരിക്കെ ഞാൻ അങ്ങേക്ക് ഓതിത്തരികയോ എന്ന് അദ്ദേഹം ചോദിച്ചു. മറ്റൊരാളിൽ നിന്ന് കേൾക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്നായിരുന്നു തിരുമേനിയുടെ മറുപടി. അങ്ങനെ അദ്ദേഹം സൂറത്ത് നിസ്സ ഓതി കേൾപ്പിക്കുകയായി. അതിലെ 41-ാം വചനം എത്തിയപ്പോൾ തിരുമേനി ഇപ്പോൾ മതി എന്ന് പറയുകയുണ്ടായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ തിരുമേനിയുടെ കണ്ണുകൾ രണ്ടും അശ്രുധാര ഒഴുക്കുന്നുണ്ടായിരുന്നു. പ്രസ്തുത വചനം ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅ്നാ ബിക അലാ ഹഉലാഇ ഷഹീദ. അപ്പോൾ എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം കൊണ്ടുവരികയും ഇക്കൂട്ടർക്ക് സാക്ഷിയായി നിന്നെ കൊണ്ടുവരികയും ചെയ്യുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? ഖിയാമത്ത് നാളിൽ വരാനിരിക്കുന്ന ആ രംഗത്തെപ്പറ്റി ഖിയാമത്ത് നാളിൽ വരാനിരിക്കുന്ന രംഗത്തെപ്പറ്റി ആലോചിച്ചത് കൊണ്ടാണ് തിരുമേനി കണ്ണീരൊഴുക്കിക്കൊണ്ട് ഇപ്പോൾ മതി എന്ന് പറഞ്ഞത്. ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് തിരുമേനി താങ്കൾക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കുവാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം ചോദിച്ചു, അള്ളാഹു എൻ്റെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നുവോ? തിരുമേനി അതെ എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ തൻ്റെ പേര് പ്രസ്താവിക്കപ്പെട്ടുവല്ലോ എന്ന സന്തോഷാധിക്യത്താൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഒഴുകുകയുണ്ടായി. ഈ രണ്ട് സംഭവങ്ങളും ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ളതാകുന്നു. ഉബയ്യ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നീ രണ്ടുപേരും ഖുർആൻ പാരായണത്തിൽ നൈപുണ്യം നേടിയ സഹാബികളിൽ പെട്ടവരായിരുന്നു. ഖുർആൻ വളരെ നന്നായി ഓതിയിരുന്ന മറ്റൊരു സഹാബിയാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. ഒരു രാത്രി അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെവി കൊടുത്തുകൊണ്ടിരുന്നു. പിറ്റേന്ന് അദ്ദേഹത്തോട് തിരുമേനി പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ തൻ്റെ ഓത്ത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത് താൻ കണ്ടിരുന്നുവെങ്കിൽ. അപ്പോൾ അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, അവിടുന്ന് എൻ്റെ ഓത്ത് ശ്രദ്ധിച്ച് കേട്ടിരുന്നതായി ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് വളരെ ഭംഗിയായി ഓതി കാണിച്ചു തരുമായിരുന്നു. ഈ സംഭവം മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്നു.